Some show infinite spark. Welcome to Midnight. ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും നരമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കി കെണിയത്. എനിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ലാലും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും രമ്യ നമ്പീശനും നിരപരാധിയായി എന്നെ ഉൾപ്പെടെ പലരെയും ചതിച്ചതിന് പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ വാങ്ങിച്ച ഫ്ലാറ്റ്, പിന്നെ ഒടിയൻ സിനിമയിൽ കിട്ടിയ ചാൻസ്, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയെ പൂർണ്ണ വിശ്വാസം യഥാർത്ഥ സത്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസില് വാദി പ്രതിയാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്. അതായത് ഈ ഒരു ഫസ്റ്റ് കണ്ട വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾ കാണുന്നത് ഇന്നോ ഇന്നലെയോ വന്ന വീഡിയോ അല്ല ഇത്. 2017 നടിയെ ആക്രമിച്ച കേസില് 2ാം പ്രതി എന്ന് ഇപ്പോൾ സ്ഥാനം പിടിച്ചിരിക്കുന്ന മാർട്ടിൻ അന്നത്തെ കാലത്ത്, അതായത് 2017 ഈ ഒരു കേസില് മാർട്ടിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് മാർട്ടിൻ പോലീസുകാർ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അയാളുടെ വായിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത്. അന്നേ അവർ പറയുന്നുണ്ട് ഇത് ദിലീപിനെ ചതിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടെ ചെയ്തിട്ടുള്ള അസലായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ഇത് എന്ന് അന്നേ ഇവര് പറയുന്നുണ്ട്. അങ്ങനെ ഇത് ദിലീപിനെ കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് ആണെങ്കിൽ സിനിമയെ വെല്ലുന്ന ഒരു തിരക്കഥ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എത്രയൊക്കെ എഴുതി പഠിപ്പിച്ചു കൊടുത്താലും ഇത്രയും വലിയൊരു കള്ളം, അതായത് അന്നത്തെ രാത്രി എന്താണ് നടന്നത്, ഈവൻ ഈ ഒരു നടി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ചൊരു വീട്ടിൽ കയറുന്നത് വരെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോരോ കാര്യങ്ങളും ഈ ഒരു മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വീഡിയോയിൽ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒരു കള്ളം അവർ പറയുകയാണെങ്കിൽ, ഒരു നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ സംഭവം തന്നെയാണോ റിപ്പീറ്റ് ചെയ്ത് ഇയാൾ പറയുന്നത് അല്ലയോ ആണോ എന്നുള്ള അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ പറ്റും. അങ്ങനൊരു സംവിധാനം ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് ഇതുപോലെ, അതായത് നടന്ന സംഭവങ്ങൾ അതുപോലെ പറയാനല്ലേ പറ്റുള്ളൂ. കള്ളം ഉണ്ടാക്കി പറയുമ്പോൾ ആ ഒരു മുഖഭാവത്തിൽ നിന്ന് ഏറെക്കുറെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇയാൾ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യമാവാനാണ് വഴി എന്നാണ് എനിക്കിപ്പൊ തോന്നുന്നത്. ഞാനും അതിജീവിതയ്ക്കൊപ്പം നിന്ന് ദിലീപിനെതിരെ സംസാരിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ മാർട്ടിന്റെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ എന്റെ ആ ഒരു വിശ്വാസം തെറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ആ ഒരു വിശ്വാസം തെറ്റിപ്പോയി എന്നാണ് ഞാനിപ്പോ കരുതുന്നത്. കാരണം ഇത്രയും ഒരു തിരക്കഥ ആസൂത്രണം ചെയ്തിട്ട് അതുപോലെ നടപ്പിലാക്കിയിട്ട് ഒരു സഹപ്രവർത്തകനെ അതിൽ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചില്ലറക്കാരാവാൻ ഒരു ചാൻസും ഇല്ല, അല്ലേ? ഇവിടെ പണത്തിനും ബലത്തിനും മാത്രമല്ല, പണമല്ല ഇവിടെ ഒരു പ്രശ്നമായിട്ട് ഇപ്പൊ നിൽക്കുന്നത്. അതായത് ഒരാൾക്ക് ഒരാളെ ചവിട്ടി താഴ്ത്തി ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു വാശിയുണ്ടല്ലോ, ആ ഒരു ക്രൂരമായിട്ടുള്ള ഒരു മനോഭാവത്തില് ഇയാള് ഈ ഒരു മാർട്ടിൻ പറയുന്ന വേർഡ്സില് ആ ഒരു നടിക്ക് എത്രമാത്രം, അതായത് അവന്റെ ജീവിതം ഞാൻ തകർക്കുമെന്നാണ് ഈ ഒരു മാർട്ടിൻ എന്ന പ്രതി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രമാത്രം തന്റെ ജീവിതം വെച്ചിട്ടാണെങ്കിൽ പോലും ഈ ഒരു പ്രതിയെ ഞാൻ എന്തായാലും തകർത്ത് കളയും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു അതിജീവിത ഏതറ്റം വരെ പോകാനും റെഡിയായി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സത്യം എനിക്കറിയില്ല, എന്നായാലും ഈ ഒരു മാർട്ടിന്റെ ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കുക, എത്തിക്കണം. കാരണം ആളുകൾ ഇത് അറിയണം, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഈ ഒരു നുണ പരിശോധനയ്ക്ക് ഇവരെ എല്ലാവരെയും വിധേയമാക്കണം. എനിക്കിപ്പോ ഇങ്ങനൊരു സംശയം വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഒരു വീഡിയോ കൂടി ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ വില്ലനിസം തീർന്നിട്ടില്ല.
ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളൊരു ധൈര്യം ഇപ്പൊ അതിജീവിതയ്ക്കെതിരെ സംസാരിക്കുന്ന എല്ലാവരുടെ പേരിലും കേസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം എന്താണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്? അതായത് ഇത്രയും നാൾ അവർ വിശ്വസിച്ചിരുന്നത് പ്രതിയാക്കപ്പെട്ട ഈ ഒരു ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തായാലും ശിക്ഷ ലഭിക്കും എന്നുള്ളത് അവര് അത്രമേൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ കോടതി ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ വെറുതെ വിട്ടപ്പം, തെളിവുകളുടെ അഭാവത്തിലാണെങ്കിലും വെറുതെ വിട്ടപ്പോൾ ഇവർക്ക് ഇത്രയും നാൾ ഇവർ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നത് താളം തെറ്റിയ പോലെയുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയായിരിക്കണം ലാല്, ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഇവരൊക്കെ ഇപ്പം വളരെയധികം രോഷാകുലമായിട്ടാണ് എന്താ പറയാ മാധ്യമങ്ങളെയും പുറം ലോകത്തോട് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത് അതുപോലത്തെ ഒരു ഭാവത്തിലാണ്. അന്നത്തെ കാലത്ത്, അതായത് ഈ ഒരു നടിയെ ആക്രമിച്ച കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാമലീല എന്ന് പറയുന്ന ദിലീപിന്റെ സിനിമ റിലീസ് ആവുന്നത്. പക്ഷെ അന്നത്തെ സമയത്ത് ഈ ഒരു ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആ ഒരു സിനിമയില് ദിലീപിന്റെ അമ്മയുടെ ക്യാരക്ടറിന് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവർക്ക് അത് അത്രയും വലിയൊരു പ്രോബ്ലം ആയിരുന്നില്ല. കാരണം എന്താണ്, അവരന്ന് വിശ്വസിച്ചിരുന്നത് ദിലീപിന് എന്തായാലും ഈ ഒരു കേസിൽ ശിക്ഷ ലഭിക്കുമെന്നവർ വിശ്വസിച്ചത് കൊണ്ട് അത്രമേൽ അവരുടെ ആ ഒരു വിദ്വേഷം പുറത്തേക്ക് അവർ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സിനിമയിൽ ഡബ് ചെയ്തു. പക്ഷേ ആ ഒരു സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം അവർ ആ ഒരു സിനിമയ്ക്കെതിരെ അവർ സംസാരിക്കാനും തുടങ്ങിയിരുന്നു. ഒരു വിഭാഗം കാണില്ല. എന്തായിരുന്നു അത്തരത്തിലൊരു അങ്ങനെ ആരും കാണാതിരുന്നിട്ടില്ല. ചിലർ ഏതെങ്കിലും ചില ബുദ്ധിജീവികൾ ഇങ്ങനെ നമ്മുടെ ടി വിയിൽ കയറിയിരുന്ന ആരൊക്കെ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഇത് കാണാൻ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ത്രീകൾ വലിയ അഭിപ്രായമൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതിൽ എനിക്ക് വിഷമമുള്ള അതിലൊരാൾ അതിൻ്റെ അകത്ത് ഡബ് ചെയ്തതിന് ശേഷം, ഭാഗ്യലക്ഷ്മി എന്നാണ് അതിൻ്റെ അകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷം ആ പടത്തിനെ കുറിച്ചിട്ടൊന്ന് വിമർശിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനൊന്നും അവരൊന്നും പറയാൻ പാടില്ല. ഒന്നില്ല അഭിപ്രായം പറയാതെ മാറിയിരിക്കണം. എന്തിനാ കണ്ടില്ലേ, പ്രൊഡ്യൂസർ തന്നെ പറയുന്നത് കണ്ടില്ലേ? ആ ഒരു കാര്യം, അതായത് അവര് പ്രവർത്തിച്ചു ആ ഒരു സിനിമയില്, അവരും ഒരു കൂട്ടായ്മയായിട്ട് അവരും അതിൽ ജോലി ചെയ്തിരുന്നു. പക്ഷെ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ അവരതിനെതിരെയായിട്ട് അവരതിന് എതിരെ പറയാനും മടി കാണിച്ചില്ല എന്നുള്ളതാണ്. അതായത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് അവർ തീവ്രമായിട്ട് വിശ്വസിച്ചിരുന്നു ദിലീപിന് ഈ ഒരു നടിയെ ആക്രമിച്ച കേസിൽ എന്തായാലും ശിക്ഷ ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് കോടതി ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ വെറുതെ വിട്ടപ്പോ ഇവരുടെ പ്ലാനിങ്സും കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി തകിടം മറിഞ്ഞപ്പോ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ, അവരുടെ ആ ഒരു ദേഷ്യം ഉള്ളിൽ അടക്കി വെച്ചിരുന്ന അവർ പ്ലാൻ ചെയ്ത കാര്യം നടക്കാതെ പോയപ്പോഴുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ അവർ ഇന്ന് മീഡിയാസിന്റെ മുമ്പിലും പബ്ലിക്കിന്റെ മുമ്പിലും അത്രയധികം എന്താ പറയാ ദേഷ്യത്തോടു കൂടി റിയാക്ട് ചെയ്യാനുള്ള കാരണം ഇതാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമങ്ങളിലെ സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയ അതിജീവിത കോടതി ശിക്ഷിച്ച മാർട്ടിൻ സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതിൽ അടക്കം പരാതി പറയുന്നുണ്ട്. ആക്ഷേപിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ച 16 ലിങ്കുകൾ പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചേർത്ത് പോലീസ് ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. വിചാരണ കോടതി വിധിക്ക് പിറകെ സമൂഹ മാധ്യമങ്ങളിലൂടെ ദിലീപ് അനുകൂലികൾ രൂക്ഷമായ സൈബർ ആക്രമണം എന്തായാലും ഈ ഒരു നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യ സൂത്രധാരൻ ലാൽ ആണ് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന ഓരോരോ കാര്യങ്ങളും. അതായത് ഈ ഒരു മാർട്ടിൻ എന്ന് പറയുന്ന രണ്ടാം പ്രതി അത്ര അധികം ഉറപ്പിച്ച് പറയുന്നത് ലാലാണ് ഇതിനെല്ലാം പിന്നിലെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിലീപിന് ഇത്രയും നാള് ദിലീപ് അനുഭവിച്ച കാര്യങ്ങള്, ഇത്രയും വർഷം ദിലീപ് കടന്നു പോരുന്ന കാര്യങ്ങള്, ദിലീപിന് ന്യായം നിഷേധിക്കപ്പെട്ട ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങള് എല്ലാം എന്തായാലും സത്യം പുറത്തു വരിക തന്നെ വേണം. കാരണം എന്താന്ന് വെച്ചാല് ഇത്രയും വലിയൊരു ഗൂഢാലോചനയും അത് എക്സിക്യൂട്ട് ചെയ്ത് ഇത്രയും നാള് വർഷങ്ങളായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനെതിരായിട്ട് പ്രവർത്തിക്കണം. കാരണം CBI കൊണ്ടൊക്കെ അന്വേഷിപ്പിക്കുക തന്നെ വേണം. ഇവരുടെയൊക്കെ പിടിപാട് കാര്യങ്ങളും കൊണ്ടായിരിക്കും മേ ബി CBI ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആയി വരാത്തത്. കാരണം CBI ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരും എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തകര് പോലും ഇതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് അടക്കം പറച്ചിൽ വരുന്നത്. എന്നായാലും പണവും സ്വാധീനവും ലാലിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ദിലീപിനെക്കാട്ടിൽ കൂടുതൽ പണവും സ്വാധീനവും ലാലിനുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മേ ബി ദിലീപിന് പോലും
സംസാരിക്കാനോ ഒന്നും ചെയ്യാനോ കഴിയാത്ത സാഹചര്യമായി. ഇത്രയും നാളും ഈ ഒരു കാര്യം, തനിക്കെതിരെ വന്ന കാര്യം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക മാത്രമേ വിധിയുണ്ടായി കഴിയുമായെന്നുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ഇത് കേട്ടപ്പോ രണ്ട് രീതിയിൽ പറയുന്ന ആൾക്കാരെയാണ്. ഒന്ന് മാർട്ടിൻ കള്ളം പറയുന്നു, ഒന്ന് മാർട്ടിൻ പറയുന്നതെല്ലാം സത്യമായിരിക്കാം എന്നുള്ള രണ്ട് തരക്കാരെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. എനിക്കും തോന്നുന്നത് മാർട്ടിൻ പറയുന്ന കാര്യങ്ങള് സത്യമായിരിക്കാനാണ് ചാൻസ് എന്നാണ്. കാരണം 2017 ഈ ഒരു കേസ് നടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മാർട്ടിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇതേ കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് വള്ളി പുള്ളി അക്ഷരം പ്രതി ഒരു കാര്യങ്ങളും മാറ്റമില്ലാതെയാണ് ഇന്നും വന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അന്നും ഇന്നും ഒരുപോലെയുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അത് സംഭവിച്ച കാര്യങ്ങളായിരിക്കും. റിപ്പീറ്റ് നമ്മൾ നുണ പറയുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ഇവരെയൊക്കെ നുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് സത്യങ്ങൾ കണ്ടുപിടിക്കണം. എന്തായാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നല്ലേ. എന്തായാലും മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതായത് ഇത്രയും നാള് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് എന്ന് പറഞ്ഞ ഈ സ്ഥാനത്ത് നടി ആക്രമിക്കപ്പെട്ടില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എന്താണെങ്കിലും സത്യം തെളിയുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. എന്തായാലും നാളെ ദിലീപിന്റെ സിനിമ ഇറങ്ങാൻ പോവുകയാണ്. നാളെയാണ് റിലീസ്. അപ്പം എത്ര പേരെന്ന് കാണും, എത്ര പേരെന്ന് കാണില്ല, രണ്ട് ചേരി തിരിഞ്ഞാണ് ഇപ്പം ആളുകളൊക്കെ നിൽക്കുന്നത്. അതായത് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര്, അതിജീവനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര്, ദിലീപിനെതിരായിട്ടുള്ള ഒരുപാട് പേര്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഓഫ് ആൾക്കാരാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. അപ്പം എന്തായാലും നാളത്തെ സിനിമ റിലീസാകാൻ പോവുകയാണ്. എന്തായാലും ദിലീപിന്റെ സിനിമ ആളുകൾ കാണാനുള്ള ആളുകളെല്ലാം കാണട്ടെ, അല്ലാതെയുള്ള ആളുകളെല്ലാം സത്യം പറയാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം എന്തായാലും എത്രയൊക്കെ മൂടി വെച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരുമെന്നല്ലേ പറയുന്നത്. സത്യം എന്തായാലും പുറത്തു വരട്ടെ. അപ്പം എന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.